എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് യൂണിറ്റ് 5 ടാക്സ് അക്കൗണ്ടിംഗ് ടാലിയിൽ ഒരു പ്രോബ്ലം ചെയ്ത് അതിൻ്റെ സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ടുകൾ എങ്ങനെ ടാലിയിൽ തയ്യാറാക്കാം എന്നാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പരിചയപ്പെടാൻ പോകുന്നത്. ആൾറെഡി നിങ്ങൾ ഇതിൻ്റെ തിയറി പോർഷൻ എല്ലാം BTech ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? അപ്പോൾ നമുക്ക് പ്രാക്ടിക്കൽ ക്ലാസ്സിലോട്ട് കിടക്കാം. ആദ്യമായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് പരിചയപ്പെടാം. നമ്മുടെ GST റിവൈസ്ഡ് ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള 5ാമത്തെ പ്രോബ്ലമാണ്. ഒരു TDSഉം GST സ്റ്റോക്ക് ഐറ്റമുള്ള ഒരു പ്രോബ്ലമാണ്. അത് നമുക്ക് ചെയ്തു നോക്കാം. അതിൻ്റെ സ്റ്റെപ്പുകളും പ്രൊസീജിയറൊക്കെ തയ്യാറാക്കി വെച്ചിട്ട് നമുക്ക് ടാലിയിൽ അത് ചെയ്തു നോക്കാം. ഓക്കെ അല്ലേ? Question number 5. You are requested to make the following voucher entries after enabling GST and TDS in Tally ERP 9 in your existing company. നമ്മളൊരു കമ്പനി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കമ്പനിയിൽ GSTയും TDSഉം ഇനേബിൾ ചെയ്തിട്ട് താഴെ പറയുന്ന വൗച്ചർ എൻട്രികൾ രേഖപ്പെടുത്തുക. അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ക്വസ്റ്റ്യൻ ജസ്റ്റ് നോക്കാം. 1/10/2020 ഓപ്പൺ എ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് വിത്ത് SBI ₹45 ലക്ഷം. SBIയിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തു, SBI അക്കൗണ്ട് ഓപ്പൺ ചെയ്തു 45 ലക്ഷം രൂപയ്ക്ക്. ഓക്കെ, അതേ ദിവസം തന്നെ ബോട്ട് ഓൺ ക്രെഡിറ്റ് ഫ്രം മെസ്സേഴ്സ് റാം ഹാർഡ്വെയർസ് ഇൻവോയ്സ് നമ്പർ 8775 ഇൻവോയ്സ് നമ്പർ പ്രകാരം റാം ഹാർഡ്വെയർസിൽ നിന്നും കടത്തിന് സാധനം വാങ്ങിച്ചു. എന്തൊക്കെ വാങ്ങിച്ചു? 500 പാക്കറ്റ് റാംകോ സിമെന്റ് @400 പെർ പാക്കറ്റ്. ഒരു പാക്കറ്റ് 400 വെച്ച് 500 പാക്കറ്റ് റാംകോ സിമെന്റ് വാങ്ങിച്ചു. അതിന്റെ GST റേറ്റ് എത്രയാണ്? 18%. 100 ടൺ സ്റ്റീൽ പൈപ്പ് ₹4500 പെർ ടൺ. GST 12%. 4500 രൂപ ഒരു ടണ്ണിന് 4500 രൂപ വെച്ച് 100 ടൺ സ്റ്റീൽ പൈപ്പ് വാങ്ങിച്ചു. അതിന്റെ GST 18%. ഓക്കെ, അതേ ദിവസം തന്നെ 1/10/2020 ക്യാഷ് സെയിൽസ് മെയ്ഡ് ഇൻവോയ്സ് നമ്പർ 101 ഇൻവോയ്സ് നമ്പർ പ്രകാരം സാധനം ക്യാഷിന് വിറ്റു. എന്തൊക്കെയാണ് വിറ്റത്? 150 പാക്കറ്റ്സ് റാംകോ സിമെന്റ് ₹450 പെർ പാക്കറ്റ്. ഒരു പാക്കറ്റ് 450 രൂപ വെച്ച് 150 പാക്കറ്റ് റാംകോ സിമെന്റ് വിറ്റു. അതിന്റെ GST റേറ്റ് എത്രയാണ്? 18%. ഓക്കെ, അടുത്ത ട്രാൻസാക്ഷൻ നോക്കേ. 2/10/2020 റിസീവ്ഡ് കമ്മീഷൻ ഫ്രം മഹേഷ് 10% TDS ഹാസ് ബീൻ ഡിഡക്റ്റഡ് ₹72,000 ബൈ ചെക്ക് നമ്പർ 123045 ഇല്ലേ? കമ്മീഷൻ കിട്ടി. മഹേഷ് നിന്ന് കമ്മീഷൻ കിട്ടി. 10% TDS കട്ട് ചെയ്തതിനു ശേഷം 72,000 രൂപ നമുക്ക് കമ്മീഷൻ കിട്ടി. ചെക്കായിട്ടാണ് കിട്ടിയത്. ഓക്കെ, അടുത്ത ട്രാൻസാക്ഷൻ നോക്കേ. സോൾഡ് ഓൺ ക്രെഡിറ്റ് ടു മെസ്സേജ് ശ്രീറാം കൺസ്ട്രക്ഷൻ കമ്പനി ഇൻവോയ്സ് നമ്പർ 102 ഇൻവോയ്സ് നമ്പർ പ്രകാരം ശ്രീറാം കൺസ്ട്രക്ഷൻ കമ്പനിക്ക് കടത്തിന് സാധനം വിറ്റു. എന്തൊക്കെയാണ് വിറ്റത്? 250 പാക്കറ്റ് റാംകോ സിമെന്റ് ഒരു പാക്കറ്റ് 420 രൂപ വെച്ച് ആണ് വിറ്റത്. GST 18%. അടുത്ത ഐറ്റം എന്താണ്? 30 ടൺ സ്റ്റീൽ പൈപ്പ് ₹5000 പെർ ടൺ. ഒരു ടണ്ണിന് 5000 രൂപ വെച്ച് 30 ടൺ സ്റ്റീൽ പൈപ്പ് വിറ്റു. അതിന്റെ GST എത്രയാണ്? 18%. അടുത്ത ട്രാൻസാക്ഷൻ നോക്കാം. 2/10/2020 റെന്റ് പെയ്ഡ് ടു ഗോപാൽ ബൈ ചെക്ക് 54,321 ₹27,000 രൂപ ആഫ്റ്റർ ഡിഡക്റ്റിംഗ് TDS. 10% TDS കട്ട് ചെയ്തതിനു ശേഷം 27,000 രൂപ റെന്റ് ഗോപാലിന് ചെക്കായിട്ട് കൊടുത്തു. ഇതാണ് ക്വസ്റ്റ്യൻ. ഇത് നമ്മൾ എങ്ങനെയാണ് ടാലി ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഈ ട്രാൻസാക്ഷന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ തയ്യാറാക്കണം. ആ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കി കഴിഞ്ഞാൽ അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് തെറ്റുകൂടാതെ തന്നെ കറക്റ്റ് ആയിട്ട് ടാലിയിൽ ഈ ഓരോ ട്രാൻസാക്ഷനും നമുക്ക് രേഖപ്പെടുത്താൻ കഴിയും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇതുപോലെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് തയ്യാറാക്കേണ്ടത്. അതിനകത്ത് കോളം വെച്ചാൽ സീരിയൽ നമ്പർ ഉണ്ടാവും, ഡേറ്റ് ഉണ്ടാവും, അക്കൗണ്ട്സ് ഇൻവോൾവ്ഡ്, ഡെബിറ്റ്, ക്രെഡിറ്റ്, അണ്ടർ ഗ്രൂപ്പ്, വൗച്ചർ ടൈപ്പ്, എമൗണ്ട്. ഇത്തരം ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് തയ്യാറാക്കേണ്ടത്. അപ്പോൾ വന്നിട്ട് ഹെഡിങ് എല്ലാം കൊടുത്തതിന് ശേഷം നമ്മൾ ഓരോ നമ്മുടെ ക്വസ്റ്റിനകത്തുള്ള ട്രാൻസാക്ഷൻ ഓരോന്നും എടുക്കുക. അപ്പോൾ ഒന്നാമത്തെ ട്രാൻസാക്ഷൻ നമുക്ക് എടുക്കാം. അതിന്റെ ഡേറ്റ് ഇവിടെ എൻട്രി ചെയ്യുക. 1/10/2020. അക്കൗണ്ട്സ് ഇൻവോൾവ്ഡ് എന്ന് പറയുന്നത് അതിന്റെ ജേണൽ എൻട്രി ആണ്. ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. അപ്പൊ SBI അക്കൗണ്ട് അറ്റ് ടു ക്യാഷ്. അപ്പോൾ SBI അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഏത് ഗ്രൂപ്പിനകത്താണ് വരേണ്ടത്? അണ്ടർ ഗ്രൂപ്പ് ബാങ്ക് അക്കൗണ്ട്. ക്യാഷ് നമുക്കറിയാം പ്രീ ഡിഫറെന്റ് ലെഡ്ജർ ആണ്, അത് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഏത് വൗച്ചറാണ് ഉപയോഗിക്കേണ്ടത്? ക്യാഷ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു, ബാങ്കിൽ നിന്ന് ക്യാഷ് പിൻവലിക്കുന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ കോൺട്രാ വൗച്ചറാണ് ഉപയോഗിക്കുന്നത്. അതാണ് വൗച്ചർ ടൈപ്പ് കോൺട്രാ. എമൗണ്ട് എത്രയാണ്? 45 ലക്ഷം. ഇങ്ങനെ നമ്മൾ ഓരോ ട്രാൻസാക്ഷൻ നമ്മൾ ഇതിനകത്ത് ഈ സ്റ്റേറ്റ്മെന്റിനകത്ത് രേഖപ്പെടുത്തുവാണെങ്കിൽ കറക്റ്റ് ആയിട്ട് തെറ്റുകൂടാതെ നമുക്ക് ടാലിയിൽ ഇത് രേഖപ്പെടുത്താൻ കഴിയും. ഇനി ഈ ക്വസ്റ്റ്യൻ നമ്മൾ ടാലിയിൽ എങ്ങനെ ചെയ്യുന്ന നോക്കാം. നമ്മൾ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു എക്സിസ്റ്റിംഗ് കമ്പനി ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് റെക്കോർഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് ടാലിയിൽ നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കമ്പനി നമുക്ക് ഓപ്പൺ ചെയ്യാം. സെലക്ട് കമ്പനിയുടെ ഷോർട്ട് കട്ട് കീയാണ് F1 സെലക്ട് ചെയ്യുന്നു. അതിനകത്ത് അനന്തു ട്രേഡേഴ്സ് എന്നുള്ള കമ്പനിയാണ്. ആ കമ്പനിയിലാണ് നമ്മൾ ഈ ട്രാൻസാക്ഷൻ എല്ലാം രേഖപ്പെടുത്താൻ പോകുന്നത്. അപ്പൊ ആ കമ്പനി നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. അപ്പൊ നമ്മുടെ ഗെറ്റ് ഓഫ് ടാലി സ്ക്രീനിനകത്ത് ലിസ്റ്റ് ഓഫ് സെലക്ട് കമ്പനീസിനകത്ത് അനന്തു ട്രേഡേഴ്സ് എന്ന കമ്പനി വന്നു അല്ലേ? ഇതിനകത്താണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ എന്താണ് ആദ്യത്തെ സ്റ്റെപ്പ്? എന്താണ്?
TDSും GSTയും ഇതിനകത്ത് എനേബിൾ ചെയ്യുക ഇല്ലേ. അപ്പൊ എങ്ങനെയാണ് എനേബിൾ ചെയ്യുന്നത്? F11 ഫീച്ചേഴ്സ് ആണ്. ബട്ടൺ പാനൽ സെക്കൻഡ് ലാസ്റ്റ് കാണുന്ന കീ ആണ് F11 ഫീച്ചേഴ്സ്. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സ്റ്റാറ്റുട്ടറി ആൻഡ് ടാക്സേഷൻ എന്നുള്ള ഓപ്ഷൻ എടുക്കുക. അതിനകത്ത് GST ഇനേബിൾ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് അവിടെ യെസ് കൊടുക്കുക. സെറ്റ് ഔട്ടർ ഡീറ്റെയിൽ GST ഡീറ്റെയിൽസ് അവിടെയും യെസ് കൊടുക്കുക. കുറെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്, അത് നമ്മൾ അറിയാമെങ്കിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക. GST ഈ നമ്പർ ഉണ്ടെങ്കിൽ അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഓരോ കാര്യങ്ങൾ എല്ലാം എൻ്റർ ചെയ്തതിനു ശേഷം സേവ് ചെയ്യുക. അപ്പൊ GST ഇനേബിൾ ആയി. ഇനി നമുക്ക് അടുത്ത TDS ലെഫ്റ്റ് റൈറ്റ് സൈഡിൽ കാണുന്നുണ്ടോ? TDS ഇനേബിൾ TDS. ആ TDS നമ്മളിവിടെ യെസ് ആക്കി കൊടുക്കുക. സെറ്റ് ഔട്ടർ TDS ഡീറ്റെയിൽസും യെസ് ആക്കി കൊടുക്കുക. കുറച്ച് ഡീറ്റെയിൽസ് കാണും. കമ്പനിയുടെ നമ്മൾ റിയൽ അക്കൗണ്ടിങ് ചെയ്യുന്ന സമയത്ത് കമ്പനി കുറെ ഡീറ്റെയിൽസ് കാണും, ടാൻ നമ്പർ കാണും, അങ്ങനെ കുറെ ഡീറ്റെയിൽസ് ഒക്കെ അതിനകത്ത് എൻ്റർ ചെയ്ത് കൊടുക്കണം. അതൊക്കെ നമുക്ക് അറിയാമെങ്കിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഡിഡക്റ്റ് ടൈപ്പ് കമ്പനിയാണോ ഇൻഡിവിജ്വൽ ആണോ? കമ്പനിയാണ്, കമ്പനി സെലക്ട് ചെയ്യുന്നു, എൻ്റർ ചെയ്യുക. റേറ്റ് ഓഫ് TDS ഇഫ് പാൻ നോട്ട് അവൈലബിൾ. പാൻ കൊടുത്തില്ലെങ്കിൽ TDSന്റെ റേറ്റ് 20% ആയിരിക്കും. അതാണ് അവിടെ കാണിക്കുന്നത്. ഇങ്ങനെ കുറെ ഡീറ്റെയിൽസ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. ദെൻ TCS നമുക്കും വേണ്ട, GSTയും TDSും മാത്രം എനേബിൾ ചെയ്താൽ മതി. എൻ്റർ ചെയ്യുക. അപ്പൊ ഇതിനകത്ത് TDSും GSTയും നമ്മൾ ഇനേബിൾ ചെയ്തു. നെക്സ്റ്റ് സ്റ്റെപ്പ് ഇപ്പൊ ഇനി നമ്മൾ ചെയ്യുന്ന വെച്ചാൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എടുക്കുക ഇല്ലേ. ഒരു സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കി വെച്ചിട്ടില്ലേ, ആ സ്റ്റേറ്റ്മെന്റ് എടുത്ത് വെച്ചിട്ട് വേണം നമ്മൾ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യാൻ. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് പ്രകാരമുള്ള ലെഡ്ജറുകളാണ് നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എങ്ങനെയാണ് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്നത്? എങ്ങനെയാണ്? ഗെറ്റ് ഓഫ് ടാലിയിൽ അക്കൗണ്ട്സ് ഇൻഫോയിൽ ലെഡ്ജറിനകത്ത് സിംഗിൾ ഇങ്ങനെ ടാക്സ് ലെഡ്ജറോട്ടൊക്കെ വരുന്ന സമയത്ത് നമ്മൾ സിംഗിൾ ലെഡ്ജർ വഴിയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സിംഗിൾ ക്രിയേഷൻ. ഒന്നാമത്തെ ട്രാൻസാക്ഷൻ പ്രകാരം നമുക്ക് 2 ലെഡ്ജറാണ് വേണ്ടുന്നത്. ഏതൊക്കെയാണ്? SBI അക്കൗണ്ടും ക്യാഷ് അക്കൗണ്ടും. ക്യാഷ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്കറിയാം പ്രീ ഡിഫൈൻഡ് ലെഡ്ജറാണ്. അപ്പൊ നമുക്ക് SBI അക്കൗണ്ട്, SBI അക്കൗണ്ട് ഏതാണ്? അണ്ടർ ഗ്രൂപ്പ് ഏതാണ്? ആ സ്റ്റേറ്റ്മെന്റ് അത് നോക്കേ, ബാങ്ക് അക്കൗണ്ട് ഇല്ലേ. ബാങ്ക് അക്കൗണ്ട് സെലക്ട് ചെയ്യാം. ദെൻ അക്കൗണ്ട് നമ്പർ തന്നിട്ടുണ്ട് ഇല്ലേ, ആ നമ്പർ അവിടെ കൊടുക്കാം. IFSC കോഡ് അറിയാമെങ്കിൽ കൊടുക്കുക, ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ദെൻ എൻ്റർ ചെയ്ത് വിടുക. അടുത്ത പിൻകോഡ് എല്ലാം ഉണ്ടെങ്കിൽ അത് അറിയാമെങ്കിൽ കൊടുക്കുക. 691583 ഞാൻ കൊടുത്തു. ഓക്കെ, GST നമ്പർ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഒന്നാമത്തെ ട്രാൻസാക്ഷൻ രേഖപ്പെടുത്താൻ വേണ്ടിയുള്ള ലെഡ്ജർ ആയിട്ടുണ്ട്. ഏതൊക്കെയാണ്? ബാങ്ക് അക്കൗണ്ടും ക്യാഷും. ക്യാഷ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, വേണ്ട. ഓക്കെ, രണ്ടാമത്തെ ട്രാൻസാക്ഷൻ ഓക്കെ, ബോട്ട് ഓൺ ക്രെഡിറ്റ് ഫ്രം മെസ്സേജ് റാം ഹാർഡ്വെയർസിൽ നിന്നും സാധനങ്ങൾ കടത്തിന് വാങ്ങിച്ചു. അപ്പൊ എന്താണ് ആ സ്റ്റേറ്റ്മെന്റ്? നമുക്ക് എന്താണ്? പർച്ചേസ് അക്കൗണ്ട് ടു റാം ഹാർഡ്വെയർസ് ഇല്ലേ. നമ്മുടെ ആദ്യം നമുക്ക് പർച്ചേസ് അക്കൗണ്ട് ലെഡ്ജർ വേണം. ഏത് ഗ്രൂപ്പാണ്? അണ്ടർ ഗ്രൂപ്പ് ഏതാണ്? പർച്ചേസ് എന്നുള്ള ഒരു ഗ്രൂപ്പ് അതിനുണ്ട്, സെലക്ട് ചെയ്യുക. ദെൻ ഇൻവെന്ററി വാല്യൂസ് ആർ അഫക്റ്റഡ്, യെസ് ആണ്. അവിടെ ടൈപ്പ് ഓഫ് ലെഡ്ജർ അവിടെ നോട്ട് ആപ്ലിക്കബിൾ കൊടുത്താൽ മതി. GST ആപ്ലിക്കബിൾ ആണെന്ന് ചോദിക്കുന്നു, നമ്മൾ ആപ്ലിക്കബിൾ ആയിട്ട് യെസ് കൊടുക്കുക. സെറ്റ് ഔട്ടർ GST ഡീറ്റെയിൽസ് കൊടുക്കണ്ട. ദെൻ ടൈപ്പ് ഓഫ് സപ്ലൈ ഗുഡ്സ് സെലക്ട് ചെയ്യുന്നു, എൻ്റർ ചെയ്യുന്നു. TDS ആപ്ലിക്കബിൾ അല്ല, അത് എൻ്റർ ചെയ്ത് വിടുന്നു. ഞാൻ സേവ് ചെയ്യാം. അടുത്ത ലെഡ്ജർ വെച്ചാല് റാം ഹാർഡ്വെയർസ് ഇല്ലേ. റാം ഹാർഡ്വെയർസ് ആരാണ്? സൺട്രി ക്രെഡിറ്റേഴ്സ് ആണ് അല്ലേ. അപ്പൊ സൺട്രി ക്രെഡിറ്റേഴ്സ് സെലക്ട് ചെയ്യുക. മെയിൻറ്റെയിൻ ബിൽ ബൈ ബില്ല് നോ കൊടുക്കുക. ഇൻവെന്ററി വാല്യൂസ് ആർ അഫക്റ്റഡ്, നോ ആണ്. TDS ഡിഡക്റ്റബിൾ ആണോ? നോ ആണ്. ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്യുക. പിൻകോഡ് ഉണ്ടെങ്കിൽ കൊടുക്കുക, ഇല്ലെങ്കിൽ എൻ്റർ ചെയ്യുക. ദെൻ പാൻ ഡീറ്റെയിൽസ് വല്ലതും ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. ഞാൻ പാൻ ഡീറ്റെയിൽസ് കൊടുക്കുകയാണ്, എൻ്റർ ചെയ്യുന്നു, അത് സേവ് ആയി. അടുത്ത നാലാമത്തെ ട്രാൻസാക്ഷൻ എന്താണ്? ക്യാഷ് സെയിൽസ് ഇല്ലേ. അപ്പൊ ഏതൊക്കെ ലെഡ്ജറാണ് വരേണ്ടത്? ക്യാഷ് അക്കൗണ്ട് ടു സെയിൽസ്. അപ്പൊ ക്യാഷ് അക്കൗണ്ട് നമ്മൾ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അത് പ്രീ ഡിഫൈൻഡ് ലെഡ്ജറാണ്. ദെൻ സെയിൽസ് എന്നുള്ള ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം ഇല്ലേ. ഇതിനകത്ത് വരുന്ന സെയിൽസ്, പർച്ചേസിന് നടക്കുന്ന സെയിൽസ് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട്, ആ ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക. ഇവിടെ ഇൻവെന്ററി വാല്യൂസ് അഫക്റ്റഡ് ആണ്. GST ആപ്ലിക്കബിൾ ആണ്. സെറ്റ് ഔട്ടർ GST ഡീറ്റെയിൽസ് കൊടുക്കണ്ട. ടൈപ്പ് ഓഫ് സപ്ലൈ ഗുഡ്സ് സെലക്ട് ചെയ്യുക, എന്നിട്ട് സേവ് ചെയ്യുക. ഓക്കെ, അത് നാലാമത്തെ ട്രാൻസാക്ഷൻ ലെഡ്ജർ ഏതൊക്കെയാണ് വരുന്നത്? മഹേഷ് അക്കൗണ്ട് ടു കമ്മീഷൻ, അതാണ് ഡ്യൂ എൻട്രി. അപ്പൊ നമുക്ക് മഹേഷ് എന്നുള്ള ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണം. ഇതിനകത്താണ് വരുന്നത് മഹേഷ് സൺട്രി ഡെറ്റേഴ്സ്. ഇൻവെന്ററി ബിൽ ബൈ ബില്ല് നോ കൊടുക്കാം. TDS ആപ്ലിക്കബിൾ അല്ല, എൻ്റർ ചെയ്യുന്നു. ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ട് നമ്മൾ ഫിൽ ചെയ്യുന്നു. ഓക്കെ, ഇതിനടുത്ത് കമ്മീഷൻ
കമ്മീഷൻ നമുക്കറിയാം, കമ്മീഷൻ ഒരു വരുമാനമാണ്, ഇൻഡയറക്റ്റ് ഇൻകം ആണ് അല്ലെ. ഇൻഡയറക്റ്റ് ഇൻകം സെലക്ട് ചെയ്യുന്നു. ഇൻവെന്ററി വാല്യൂസ് ആർ അഫക്റ്റഡ്, നോ. GST ആപ്ലിക്കബിൾ ആണോ? GST ആപ്ലിക്കബിൾ ആണോ? നോട്ട് ആപ്ലിക്കബിൾ. TDS അൺഡിഫൈൻഡ് ആണ്. ദെൻ സേവ് ചെയ്യാം. കമ്മീഷൻ കിട്ടുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത്? അതിന് ആവശ്യമുള്ള ലെഡ്ജറാണ് നമ്മൾ സ്റ്റേറ്റ്മെന്റിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. ബാങ്ക് അക്കൗണ്ട് ചെക്കായിട്ടാണ് കിട്ടുന്നത്. ബാങ്ക് അക്കൗണ്ട് ലെറ്റർ, ഇൻകം ടാക്സ് പെയ്ഡ്, TDS അക്കൗണ്ട് ലെറ്റർ ടു മഹേഷ് ഇല്ലേ. അപ്പൊ നമ്മുടെ അവിടെ ബാങ്ക് അക്കൗണ്ട് ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മഹേഷിനെ നമ്മളിപ്പോ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദെൻ അഡീഷണൽ ആയിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ട വെച്ചാൽ ഇൻകം ടാക്സ് പെയ്ഡ് TDS അക്കൗണ്ട്, അതാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ആ ലെഡ്ജർ നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് ടാക്സ് ലെഡ്ജറാണ്. ഇൻകം ടാക്സ് പേര് എന്ന് പറയുന്നത് ഡ്യൂട്ടീസ് ആൻഡ് ടാക്സ് എന്ന ഗ്രൂപ്പിനകത്താണ് വരുന്നത്. അപ്പൊ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സ് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ GST TDS അല്ല, അതേഴ്സ് ആണ്. ഇൻകം ടാക്സ് അല്ലേ, അതേഴ്സ് എന്ന ടൈപ്പ് ഓഫ് ഡ്യൂട്ടി ടാക്സ് അതേഴ്സ് ആണ്. റൈറ്റൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. TDS ആപ്ലിക്കബിൾ അല്ല, അതും നോട്ട് ആപ്ലിക്കബിൾ കൊടുത്ത് സേവ് ചെയ്യാം. അപ്പൊ ആ എൻട്രി ഇടാനുള്ള ലെഡ്ജറും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ നമുക്കായിട്ടുണ്ട്. അടുത്തെന്ന് വെച്ചാൽ സോൾ ഡോണ്ട് ക്രെഡിറ്റ് ടു മെസ്സേജ് ശ്രീറാം കൺസ്ട്രക്ഷൻ കമ്പനി, ആ ട്രാൻസാക്ഷൻ ആണ്. അപ്പൊ അതിന്റെ ലെഡ്ജർ എന്താണ്, ഏതൊക്കെയാണ്? നമ്മുടെ സ്റ്റേറ്റ്മെന്റ് നോക്കേ. ശ്രീറാം കൺസ്ട്രക്ഷൻ കമ്പനി അക്കൗണ്ട് ലെറ്റർ ടു സെയിൽസ് ഇല്ലേ. സെയിൽസ് ഓൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ശ്രീറാം കൺസ്ട്രക്ഷൻ കമ്പനി മാത്രം നമ്മൾ ക്രിയേറ്റ് ചെയ്താൽ മതി. അണ്ടർ ഗ്രൂപ്പ് ഏതാണ്? സൺട്രി ഡെറ്റേഴ്സ്. എൻ്റർ ചെയ്യുന്നു. TDS നോട്ട് ആപ്ലിക്കബിൾ ആണ്. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഫില്ല് ചെയ്തിട്ട്, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കേസാണ്, ഫില്ല് ചെയ്തിട്ട് സേവ് ചെയ്യാം. റെന്റ് പെയ്ഡ് ടു ഗോപാൽ, അതിന്റെ സ്റ്റേറ്റ്മെന്റ് നോക്കിയാൽ അതിനകത്ത് ഏതൊക്കെ ലെഡ്ജർ വേണം? റെന്റ് അക്കൗണ്ട് ലെറ്റർ ടു ഗോപാൽ ടു TDS ഓൺ റെന്റ് ഇല്ലേ. 3 ലെഡ്ജറാണ് നമുക്ക് അവിടെ വേണ്ടുന്നത്. അപ്പൊ നമുക്ക് ആദ്യം റെന്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് റെന്റ് അക്കൗണ്ട് ഏതാണ്? ചെലവല്ലേ, ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. ഇൻവെന്ററി വാല്യൂസ് ആർ അഫക്റ്റഡ്, റെന്റുമായിട്ട് ബന്ധപ്പെടുന്നതല്ല. GST ആപ്ലിക്കബിൾ അല്ല. TDS ആപ്ലിക്കബിൾ ആണ് അല്ലേ. റെന്റ് കൊടുക്കുമ്പോൾ TDS ആപ്ലിക്കബിൾ ആണ്. അപ്പം ആപ്ലിക്കബിൾ സെലക്ട് ചെയ്യുന്നു. ദെൻ നേച്ചർ ഓഫ് പേയ്മെന്റ്, ഇവിടെ വരുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നേച്ചർ ഓഫ് പേയ്മെന്റ് വരുന്ന സമയത്ത് അവിടെ വലത് സൈഡിൽ കാണുന്ന ലിസ്റ്റ് ഓഫ് നേച്ചർ ഓഫ് പേയ്മെന്റ് എന്നുള്ള ആ ഒരു പോപ്പപ്പ് ലിസ്റ്റിനകത്ത് ന്യൂ കാറ്റഗറി സെലക്ട് ചെയ്യുക. അവിടെ TDS ഓൺ റെന്റ് ക്രിയേറ്റ് ചെയ്യണം. TDS റേറ്റ് എത്ര ശതമാനമാണ്? 10% TDS കട്ട് ചെയ്യുന്നത്. 10 എൻ്റർ ചെയ്തിട്ട് സേവ് ചെയ്യാം. ഓക്കെ, ഇവിടെ നോട്ട് ആപ്ലിക്കബിൾ ആണ്. ദെൻ സേവ് ചെയ്യാം. അപ്പൊ റെന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അടുത്തത് ഗോപാൽ ഇല്ലേ. ഗോപാൽ ഏതാണ്? ആരാണ്? സൺട്രി ക്രെഡിറ്റേഴ്സ്. മെയിൻറ്റെയിൻ ബിൽ ബൈ ബില്ല് നോ കൊടുക്കാം. ഇൻവെന്ററി വാല്യൂസ് നോ ആണ്. TDS കട്ട് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പൊ അവിടെ യെസ് കൊടുക്കുന്നു. ഡിഡക്റ്റ് ടൈപ്പ്, അദ്ദേഹത്തിന്റെ ടൈപ്പ് ഏതാണ്? ഇൻഡിവിജ്വൽ റെസിഡന്റ്, അത് സെലക്ട് ചെയ്യാം. ഡിഡക്റ്റ് TDS ഇൻ ദ സെയിം വൗച്ചർ, വൗച്ചർ പ്രിന്റ് ചെയ്യുന്ന സമയത്ത് TDS എമൗണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് വരണോ? യെസ് കൊടുക്കുന്നു. ദെൻ പിൻ നമ്പർ 69 15 83 കൊടുക്കുന്നു. പാൻ നമ്പർ കൊടുത്തില്ലെങ്കിൽ എത്രയാണ് TDS കട്ട് ചെയ്യുന്നത്? 20%. അപ്പൊ നമ്മളിവിടെ പാൻ നമ്പർ കൊടുക്കണം. CNDPS 8777D. ദെൻ ബാക്കിയെല്ലാം ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്ത് സേവ് ചെയ്യും. ഓക്കെ, അപ്പൊ അതായിട്ടുണ്ട് ഇല്ലേ. അടുത്ത ലെഡ്ജർ TDS ഓൺ റെന്റ് ക്രിയേറ്റ് ചെയ്യണം. TDS ഓൺ റെന്റ് ഏതാണ്? ടാക്സ് ലെഡ്ജറാണ്. ഡ്യൂട്ടീസ് ആൻഡ് ടാക്സിനകത്ത് വരുന്നതാണ് TDS. അവിടെ നമ്മൾ ടൈപ്പ് ഓഫ് ഡ്യൂട്ടി TDS സെലക്ട് ചെയ്യുക. ഇവിടെ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്തത് ഏതാ? നേരത്തെ ക്രിയേറ്റ് ചെയ്തതുണ്ടല്ലോ, TDS ഓൺ റെന്റ് സെലക്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ TDS എമൗണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് വൗച്ചർ എൻട്രി നടത്തുന്ന സമയത്ത് വരത്തുള്ളൂ. അപ്പോൾ അവിടെ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത TDS ഓൺ റെന്റ് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് സേവ് ചെയ്യുന്നു. നമ്മുടെ സ്റ്റേറ്റ്മെന്റ് പ്രകാരം റെന്റ് കൊടുക്കുമ്പോഴുള്ള ട്രാൻസാക്ഷൻ ആണ് ഗോപാൽ അക്കൗണ്ട് അറ്റ് ടു ബാങ്ക്. ചെക്ക് കൊടുക്കുമ്പോൾ ഗോപാൽ അക്കൗണ്ട് അറ്റ് ടു ബാങ്ക്. ആൾറെഡി നമ്മൾ ഗോപാൽ അക്കൗണ്ടും ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ബാങ്കും ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ലെഡ്ജർ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി അഡീഷണൽ ആയിട്ട് നമുക്ക് ടാക്സ് ലെഡ്ജർ ഏതാ? സ്റ്റോക്കുമായിട്ട് ബന്ധപ്പെട്ട ടാക്സ് ലെഡ്ജർ ഏതൊക്കെയാണ്? CGSTയും SGSTയും ഇല്ലേ. CGST അറിയാം, ഡ്യൂട്ടീസ് ആൻഡ് ടാക്സ് ആണെന്ന് അറിയാം ഇല്ലേ. ഇവിടെ നമുക്ക് ടൈപ്പ് ഓഫ് ഡ്യൂട്ടി ഏതാണ്? GST, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഇല്ലേ. അപ്പൊ CGST ആകുമ്പോൾ ഇതിനകത്ത് ഏതാ വരുന്നത്? ടൈപ്പ് ഓഫ് ടാക്സ് സെൻട്രൽ ഇല്ലേ. സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് അല്ലേ CGST. അപ്പൊ ഇവിടെ സെൻട്രൽ ടാക്സ് സെലക്ട് ചെയ്യാം. ഇവിടെ പെർസെന്റേജ് ഓഫ് കാൽക്കുലേഷൻ ഒന്നും എൻ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ റൗണ്ടിങ് മെത്തേഡ് നോട്ട് ആപ്ലിക്കബിൾ. TDS ആപ്ലിക്കബിൾ അൺഡിഫൈൻഡ്. ദെൻ എൻ്റർ സേവ് ചെയ്യാം. അടുത്ത SGST, അത് നമുക്കറിയാം ടാക്സ് ലെഡ്ജറാണ്. ഡ്യൂട്ടീസ് ആൻഡ് ടാക്സ് ആണ്. ഇവിടെയും GST ആണ് അല്ലേ. അവിടെ ഏതായിരിക്കും? സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് അല്ലേ. അപ്പൊ ഏതാ? സ്റ്റേറ്റ് ടാക്സ്.
പെർസെന്റ് ഓഫ് കാൽക്കുലേഷൻ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ദെൻ റൗണ്ടിങ് മെത്തേഡ് നോട്ട് ആപ്ലിക്കബിൾ, TDS അൺഡിഫൈൻഡ്, ദെൻ സേവ് ചെയ്യാം. ഇപ്പൊ നമുക്ക് ആവശ്യമുള്ള നമുക്ക് ഈ ട്രാൻസാക്ഷൻ വൗച്ചറിന്റെ നടത്താൻ വേണ്ടിയുള്ള ലെഡ്ജറുകളെല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു വൗച്ചർ ടൈപ്പും ക്രിയേറ്റ് ചെയ്യണം, സ്റ്റോക്ക് ഐറ്റവും യൂണിറ്റ് ഓഫ് മെഷറും ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ വൗച്ചർ ടൈപ്പ് TDSന്റെ എൻട്രി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ TDS ജേണൽ എന്ന് പറയുന്ന ഒരു വൗച്ചർ ടൈപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമ്മൾ വൗച്ചർ ടൈപ്പ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ഗെറ്റ് ഓഫ് ടാലി സ്ക്രീനകത്ത് അക്കൗണ്ട്സ് ഇൻഫോയ്ക്കകത്ത് വൗച്ചർ ടൈപ്പ് കണ്ടോ, വൗച്ചർ ടൈപ്പ് സെലക്ട് ചെയ്യുന്നു. അവിടെ ക്രിയേറ്റ് ഓപ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ശേഷം TDS ജേണൽ വൗച്ചർ ടൈപ്പ് ജേണൽ സെലക്ട് ചെയ്യാം. ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഫില്ല് ചെയ്തിട്ട് അത് സേവ് ചെയ്യാം. ഇനി ചെയ്യേണ്ടത് വെച്ചാൽ സ്റ്റോക്ക് ഐറ്റവും യൂണിറ്റ് ഓഫ് മെഷറും. ഒരു കാര്യം ശ്രദ്ധിക്കാം, നമ്മൾ സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ആണ് നമ്മൾ യൂണിറ്റ് ഓഫ് മെഷർ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ അതെങ്ങനെയാ ചെയ്യേണ്ടത്? ഇൻവെന്ററി ഗെറ്റ് ഓഫ് ടാലി സ്ക്രീനകത്ത് ഇൻവെന്ററി ഇൻഫോയ്ക്കകത്ത് യൂണിറ്റ് ഓഫ് മെഷർ യൂണിറ്റ് ഓഫ് മെഷർ എടുക്കുക. അതിനകത്ത് ക്രിയേറ്റ് ഓപ്ഷൻ. ഇപ്പൊ റാംകോ സിമെന്റിന്റെ യൂണിറ്റ് പാക്കറ്റ് അല്ലേ, ആ പാക്കറ്റ് ഒരു സമയത്ത് ടൈപ്പ് ചോദിക്കും. ടൈപ്പ് നമ്മൾ സിമ്പിൾ ആണ് കൊടുക്കേണ്ടത്. സിമ്പിൾ ഉണ്ട്, കോമ്പൗണ്ട് ഉണ്ട്. അതിനകത്ത് സിമ്പിൾ സെലക്ട് ചെയ്യാം. ഓക്കെ, സിമ്പിൾ ഏതായിരിക്കും? പാക്കറ്റിന്റെ PSE പാക്ക് എൻ്റർ ചെയ്യുന്നു. അതിന്റെ ഫോർമൽ നെയിം PACKS പാക്സ്. യൂണിറ്റ് ക്വാണ്ടിറ്റി കോഡ് P സെലക്ട് ചെയ്യുകയാണെങ്കിൽ അതിന്റെ യൂണിറ്റ് ക്വാണ്ടിറ്റി കോഡ് നമുക്ക് കാണാൻ പറ്റും. P സെലക്ട് ചെയ്യുന്നത് PSE പാക്കറ്റ്. ഓക്കെ, ഡെസിമൽ പ്ലേസ് 0 ആണ്. എൻ്റർ ചെയ്ത് സേവ് ചെയ്യും. അടുത്ത സ്റ്റീൽ പൈപ്പിന്റെ ഇല്ലേ, അവിടെയും ടൈപ്പ് സിമ്പിൾ ഉണ്ട്, കോമ്പൗണ്ട്. നമ്മൾ സിമ്പിൾ സെലക്ട് ചെയ്യുന്നു. സിമ്പിളിനകത്ത് ടൺ. സ്റ്റീൽ പൈപ്പിന്റെ യൂണിറ്റ് എന്താണ്? ടൺ അല്ലേ, TON ടൺ. എൻ്റർ ചെയ്യുന്നു. ഫോർമൽ നെയിം TONNES ടൺസ്. ഓക്കെ, യൂണിറ്റ് ക്വാണ്ടിറ്റി കോഡ് അറിയാൻ വേണ്ടി T എന്നുള്ള ലെറ്റർ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ടണ്ണിന്റെ യൂണിറ്റ് ക്വാണ്ടിറ്റി കോഡ് കാണാൻ പറ്റും. TON എൻ്റർ ചെയ്യുന്നു. അവിടെയും ഡെസിമൽ പ്ലേസ് 0 എൻ്റർ ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെയാണ് യൂണിറ്റ് ഓഫ് മെഷർ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനിയാണ് സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ എന്താണ് ചെയ്യേണ്ടത്? ഗെറ്റ് ഓഫ് ടാലിയിൽ ഇൻവെന്ററി ഇൻഫോ. ഗെറ്റ് ഓഫ് ടാലിയിൽ അക്കൗണ്ട്സ് ഇൻഫോ ഉണ്ട്, ഇൻവെന്ററി ഇൻഫോയ്ക്കകത്ത് സ്റ്റോക്ക് ഐറ്റം സിംഗിൾ ക്രിയേറ്റ്. ഏതാ? റാംകോ സിമെന്റ് അണ്ടർ പ്രൈമറി ഗ്രൂപ്പ് ആണ്. യൂണിറ്റ് ഓഫ് മെഷർ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്തില്ലേ, റാംകോ സിമെന്റിന് ഏതാണ് പാക്കറ്റ്, ആ പാക്കറ്റ് നമ്മളോട് സെലക്ട് ചെയ്യണം. GST ആപ്ലിക്കബിൾ ആണോ? ആപ്ലിക്കബിൾ. ഇവിടെ സെറ്റ് ഔട്ട് GST ഡീറ്റെയിൽസിന്റെ S കൊടുക്കുക. അവിടെയാണ് നമ്മൾ GST റേറ്റ് ടൈപ്പ് ചെയ്യേണ്ടത്. അവിടെ S കൊടുക്കുക. അത് നോക്കും. കാൽക്കുലേഷൻ ടൈപ്പ് ഓൺ ഐറ്റം റേറ്റ് ആണോ വാല്യൂ ആണോ? നമ്മൾ വാല്യൂവിനാണ് GST കണക്കാക്കുന്നത് ഇല്ലേ. ഇവിടെ ടാക്സബിലിറ്റി ഏതാണ്? അൺഡോൺ ഉണ്ട്, എക്സംപ്റ്റ് ഉണ്ട്, നിൽ റേറ്റ് ഉണ്ട്, ടാക്സബിൾ ആണ് ഐറ്റം. എത്രയാണ് GST റേറ്റ്? എത്രയാണ്? 18%. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് 9% സെലർ ടാക്സിലും പോയി, 9% സ്റ്റേറ്റ് ടാക്സിലോട്ടും പോയി. ദെൻ അവിടെ സേവ് ചെയ്യാം. ഇവിടെ ടൈപ്പ് ഓഫ് സപ്ലൈ ഗുഡ്സ് ആണ്. ഡ്യൂട്ടി ഓഫ് റേറ്റ് ഓഫ് ഡ്യൂട്ടി ഒന്നും എൻ്റർ ചെയ്യണ്ട. ഇവിടെ ക്വാണ്ടിറ്റി ഓപ്പണിംഗ് ക്വാണ്ടിറ്റി ബാലൻസ് ഇല്ല, അവിടെ എൻ്റർ ചെയ്താൽ ഇടുക. അടുത്ത സ്റ്റോക്ക് ഐറ്റം സ്റ്റീൽ പൈപ്പ്. അത് അണ്ടർ പ്രൈമറി ഗ്രൂപ്പ് ആണ്. ഇവിടെ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ട് സ്റ്റീൽ പൈപ്പിന്റെ യൂണിറ്റ് എന്താണ്? ടൺ ആണ്. ആ ടൺ സെലക്ട് ചെയ്യുന്നു. GST ആപ്ലിക്കബിൾ ആണോ? ആപ്ലിക്കബിൾ ആണ്. സെറ്റ് ഔട്ട് GST ഡീറ്റെയിൽസിന്റെ S കൊടുക്കുക. അവിടെയാണ് നമ്മൾ GST റേറ്റ് ടൈപ്പ് ചെയ്യേണ്ടത്. അവിടെ S കൊടുക്കുക. ഇവിടെ കൊടുക്കുക 12% ഇല്ലേ. അപ്പം CGSTയിലോട്ടും 9 പോയി, SGSTയിലോട്ടും 9 പോയി. സേവ് ചെയ്യാം. ടൈപ്പ് ഓഫ് സപ്ലൈ ഗുഡ്സ് ആണ്. എൻ്റർ ചെയ്യാം. നമ്മൾ ആവശ്യമുള്ള ലെഡ്ജറുകളും വൗച്ചർ ടൈപ്പുകളും സ്റ്റോക്ക് ഐറ്റവും യൂണിറ്റ് മെഷറും എല്ലാം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് പ്രകാരം നമ്മളെല്ലാം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ടാലിയിൽ എങ്ങനെയാണ് ഈ ട്രാൻസാക്ഷൻസ് വൗച്ചർ എൻട്രി നടത്തുന്നത് നമുക്ക് നോക്കാം ഇല്ലേ. അതിന്റെ സ്റ്റെപ്പ് എന്താണ്? ഗെറ്റ് ഓഫ് ടാലിയിൽ അക്കൗണ്ട് വൗച്ചേഴ്സ് എടുക്കുക, എൻ്റർ ചെയ്യുക. അതിനുശേഷം നമ്മൾ അതിന്റെ ട്രാൻസാക്ഷന്റെ ഡേറ്റ് നോക്കുക. അതാണ് പ്രധാനം. ഡേറ്റ് എന്നാണ്? ഡേറ്റ് 1/10/2020 ഇല്ലേ. അപ്പൊ നമ്മൾ ഡേറ്റ് എടുക്കുക, F2 ഡേറ്റ് എടുക്കുക, 1/10/2020 എൻ്റർ ചെയ്യുക. അതിനുശേഷം ഏതൊക്കെ ലെഡ്ജറാണ് ഉപയോഗിക്കേണ്ടത്? ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ക്യാഷ് ഇല്ലേ. അപ്പം SBI അക്കൗണ്ട് സ്പേസ് ബാർ തട്ടിയിട്ട് SBI ബാങ്ക് അക്കൗണ്ട് അറ്റ് എത്ര എമൗണ്ട് എത്രയാണ്? 45 ലക്ഷം. ചെക്ക് ഡീറ്റെയിൽസ് വല്ല കൊടുക്കാം. നമ്മൾ ക്വസ്റ്റിനകത്ത് ചെക്ക് ഡീറ്റെയിൽസ് പറയാത്തതുകൊണ്ട് നമ്മളത് എൻ്റർ ചെയ്ത് വിട്ടാൽ മതി. ദെൻ ക്യാഷ് ഇല്ലേ. ദെൻ നറേഷനെ കൂടെ നമുക്ക് സേവ് ചെയ്യാം. അപ്പൊ ഒന്നാമത്തെ വൗച്ചർ എൻട്രി നമ്മൾ നടത്തി അല്ലേ. അടുത്ത എന്താണ്? അതേ ദിവസം തന്നെ ബോട്ട് ഓൺ ക്രെഡിറ്റ് ഫ്രം റാം ഹാർഡ്വെയർസ് ഇല്ലേ. റാം ഹാർഡ്വെയർസിന് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു. അപ്പൊ നമുക്ക് ഏത് വൗച്ചറാണ്? വൗച്ചർ ടൈപ്പ് നോക്കിയാൽ സ്റ്റേറ്റ്മെന്റിനകത്ത് വൗച്ചർ ടൈപ്പ് ഏതാ ഉപയോഗിച്ചിരിക്കുന്നത്?
അപ്പൊ നമ്മുടെ ബട്ടൺ പാനലിനകത്ത് പർച്ചേസ് വൗച്ചർ സെലക്ട് ചെയ്യുക, F9 പർച്ചേസ് സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോഴും നമ്മൾ ഡേറ്റ് നോക്കണം. ഓരോ വൗച്ചറിന്റെ എടുക്കുന്ന സമയത്ത് നമ്മൾ ഡേറ്റ് വെരിഫൈ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഡേറ്റ് നോക്കുക. എന്നാണ് 2/10 നമുക്ക് 1/10 ആകാം. 1/10/2020 ഇല്ലേ? ഏതാ ഇൻവോയ്സ് നമ്പർ എത്രയാണ്? സപ്ലയർ ഇൻവോയ്സ് നമ്പർ ക്വസ്റ്റൻ എന്താ പറഞ്ഞിട്ടുണ്ടല്ലോ, 8775. ഓക്കെ, ഡേറ്റ് ഇവിടെ എന്നാണ് 1/10 കറക്റ്റ് ആണ്. 1/10/2020 ആണ്. പാർട്ടി ആരുടെ നിന്നാണ് സാധനം കടത്തിന് വാങ്ങിച്ചത്? റാം ഹാർഡ്വെയർസ്. അപ്പൊ റാം ഹാർഡ്വെയർസ് എന്നുള്ള ലെഡ്ജർ നമ്മൾ സെലക്ട് ചെയ്യുന്നു, ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. ദെൻ ഇവിടെ ലെഡ്ജർ പർച്ചേസ് നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത് സെലക്ട് ചെയ്യുന്നു. ഐറ്റം എന്തൊക്കെ ഐറ്റം ആണ് വാങ്ങിച്ചത്? 500 പാക്കറ്റ് റാംകോ സിമന്റ്. നമ്മൾ സ്റ്റോക്ക് ഐറ്റം എല്ലാം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ സ്പേസ് ബാർ തട്ടുവാണെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത സ്റ്റോക്ക് ഐറ്റം കാണാൻ പറ്റും. റാംകോ സിമന്റ് ഇല്ലേ? റാംകോ സിമന്റ് എത്ര ക്വാണ്ടിറ്റി ആണ്? 500 പാക്കറ്റ്. 500 പാക്കറ്റ്. എമൗണ്ട് എത്രയാണ്? 400 രൂപ വെച്ച് ഇല്ലേ? ഓട്ടോമാറ്റിക്കായിട്ട് എമൗണ്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അതേ ദിവസം തന്നെ 100 ടൺ സ്റ്റീൽ പൈപ്പ് വാങ്ങിച്ചു. വീണ്ടും സ്പേസ് ബാർ തട്ടുന്നു, സ്റ്റീൽ പൈപ്പ് എന്ന സ്റ്റോക്ക് ഐറ്റം സെലക്ട് ചെയ്യുന്നു. എത്ര ക്വാണ്ടിറ്റിയാണ്? 100 ടൺ ഇല്ലേ? 100 ടൺ. എത്ര രൂപയാണ് ഒരു ടൺ? എത്ര രൂപയാണ്? 4500 രൂപ. ഓട്ടോമാറ്റിക് എമൗണ്ട് വന്നു. ആ ട്രാൻസാക്ഷന്റെ 2 ഐറ്റം മാത്രമേ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളൂ. വീണ്ടും ഒരു എൻട്രോൾ ചെയ്തതിനു ശേഷം ടാക്സ് ഡീറ്റെയിൽസ് ഇടുക. CGST സി സെലക്ട് ചെയ്ത സമയത്ത് CGST വന്നു. എമൗണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് വന്നു. ഓക്കെ, ദെൻ അടുത്ത SGST, അതും എമൗണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ട്. ദെൻ സേവ് ചെയ്യുക. നറേഷൻ കൊടുത്തിട്ട് സേവ് ചെയ്യുക. ബിൽ ബൈ ബിൽ ഡീറ്റെയിൽസ് കൊടുക്കുകയാണെങ്കിൽ കുറേ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. അത് എൻ്റർ ചെയ്ത് വിട്ടിട്ട് നറേഷൻ കൊടുത്ത് സേവ് ചെയ്യാം. അപ്പൊ രണ്ടാമത്തെ ട്രാൻസാക്ഷൻ നമ്മൾ രേഖപ്പെടുത്തി കഴിഞ്ഞു അല്ലേ? മൂന്നാമത്തെ ട്രാൻസാക്ഷൻ എന്താണ്? ക്യാഷ് സെയിൽസ് മെയ്ഡ് ഇൻവോയ്സ് നമ്പർ 101 പ്രകാരമുള്ള ക്യാഷ് സെയിൽസ്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് പ്രകാരം ഏത് വോച്ചറാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്? സെയിൽസ് വോച്ചർ F8 ഇല്ലേ? F8 സെയിൽസ് വോച്ചർ എടുക്കുക. അവിടെ നമ്മൾ ഇവിടെ ജസ്റ്റ് ഇവിടെ നോക്കിക്കോണം. നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് മാറിയിട്ടുണ്ടോ എന്ന് അറിയാതെ ഇവിടെയാണ് അറിയുന്നത് സെയിൽസ് ഉണ്ടോ, സെയിൽസ് വൗച്ചർ. ഓക്കെ, അപ്പൊ ഡേറ്റ് നോക്കാമല്ലോ. എന്താണ് നടത്തിയിരിക്കുന്നത്? 1/10 തന്നെ അല്ലേ? ജസ്റ്റ് F2 ഡേറ്റ് എടുക്കുക. 2/10 കിടക്കുന്നത് 1/10/2020 ഇല്ലേ? ഇൻവോയ്സ് നമ്പർ വല്ലതും ഉണ്ടോ? ഉണ്ട്. ക്യാഷ് സെയിൽസ് 101 ഇല്ലേ? അപ്പം ക്യാഷ് സെയിൽസ് അല്ലേ നടത്തിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ക്യാഷ് സെലക്ട് ചെയ്യാം. പാർട്ടി അക്കൗണ്ട് നെയിം എന്ന് പറയുന്നത് ക്യാഷിനാണ് സാധനം വിറ്റത്. ക്യാഷ് സെലക്ട് ചെയ്യുന്നു, എൻ്റർ ചെയ്ത് വിടുക. ഇവിടെ സെയിൽസ് ലെഡ്ജർ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഏത് ഐറ്റം ആണ് വിറ്റത്? സ്പേസ് ബാർ തട്ടുക. സ്റ്റോക്ക് ഐറ്റം കാണുന്നുണ്ടെങ്കിൽ സ്പേസ് ബാർ തട്ടിയതിനു ശേഷം എന്താണ്? 150 പാക്കറ്റ് റാംകോ സിമെന്റ് എന്നുള്ള അത് സെലക്ട് ചെയ്യുക. ക്വാണ്ടിറ്റി 150. എത്ര രൂപയ്ക്കാണ്? 450 രൂപയ്ക്ക് അല്ലേ? 450 രൂപയ്ക്ക് വിറ്റു. എമൗണ്ട് ഓട്ടോമാറ്റിക് വന്നിട്ടുണ്ട്. ഇവിടെ വേറെ ഐറ്റം ഒന്നും വിറ്റിട്ടില്ല. വീണ്ടും ഒരു എൻട്രോഡ് ചെയ്യുക. ദെൻ നമ്മുടെ ടാക്സ് ലെഡ്ജർ ഇടുക. CGST എമൗണ്ട് ഓട്ടോമാറ്റിക് വന്നിട്ടുണ്ട്. വീണ്ടും അടുത്ത SGST ഇല്ലേ? രണ്ട് ടാക്സ് ലെഡ്ജറും വന്നിട്ടുണ്ട്. ദെൻ എൻ്റർ ചെയ്യുക. ഇവിടെ നോ കൊടുത്താൽ മതി. നമുക്ക് ഡീറ്റെയിൽസ് കാണണ്ടെന്ന് വെച്ചാൽ നോ കൊടുത്താൽ മതി. ദെൻ നറേഷൻ കൊടുത്തിട്ട് സേവ് ചെയ്യാം. അടുത്ത ട്രാൻസാക്ഷൻ നോക്കാം. റിസീവ്ഡ് കമ്മീഷൻ ഫ്രം മഹേഷ് ഇല്ലേ? അപ്പൊ അവിടെ അത് കമ്മീഷൻ കിട്ടിയതായിട്ട് നമ്മൾ ഡ്യൂ എൻട്രി ആണ് നമ്മൾ ആദ്യം ഇടേണ്ടത്. അപ്പൊ ഏത് വൗച്ചർ ടൈപ്പാണ്? സ്റ്റേറ്റ്മെന്റ് നോക്കി ഏത് വൗച്ചർ ടൈപ്പാണ് എടുക്കേണ്ടത്? ജേണൽ വൗച്ചർ ഇല്ലേ? F7 ജേണൽ എടുക്കുക. അതിനകത്ത് ജേണൽ എടുക്കുക. അതിനകത്ത് മഹേഷ് അക്കൗണ്ട് ഡെറ്റർ ഇല്ലേ? മഹേഷിന്റെ പേര് സെലക്ട് ചെയ്യുക. മഹേഷ് അക്കൗണ്ട് ഡെറ്റർ. ടോട്ടൽ കമ്മീഷൻ എത്രയാണോ ആ എമൗണ്ട് 80,000 എന്നുള്ള എമൗണ്ട് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. മഹേഷ് അക്കൗണ്ട് ഡെറ്റർ ടു കമ്മീഷൻ. അതിന്റെ ഡ്യൂ എൻട്രി ആണ്. അതാണ് നമ്മൾ ജേണൽ വഴി ഇട്ടത്. സേവ് ചെയ്യുന്നു. ഇനി അതിന്റെ കമ്മീഷൻ കിട്ടിയായിട്ടുള്ള എൻട്രി ഇടണം ഇല്ലേ? കമ്മീഷൻ കിട്ടിയായിട്ടുള്ള എൻട്രി ഇടുകയെന്ന് വെച്ചാൽ ചെക്കായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അല്ലേ? അപ്പൊ അതിന്റെ വൗച്ചർ ടൈപ്പ് ഏതാണ്? റെസിപ്റ്റ് വൗച്ചർ. അപ്പൊ നമ്മൾ ബട്ടൺ പാനലിൽ നിന്ന് റെസിപ്റ്റ് F6 റെസിപ്റ്റ് വൗച്ചർ സെലക്ട് ചെയ്യുന്നു. ഇവിടെ ജസ്റ്റ് നോക്കുക. റെസിപ്റ്റ് വൗച്ചർ ആണ് നോക്കുക. ഡേറ്റ് കൂടെ നോക്കുക. എന്നാണ്? 2/10 ആണ് ഇല്ലേ? ഇപ്പൊ നമ്മൾ F2 ഡേറ്റ് എടുക്കുക. F2 പ്രസ് ചെയ്യുക. 2/10 ആണ്. ദെൻ എൻ്റർ ചെയ്യുക. അപ്പൊ കമ്മീഷൻ കിട്ടിയതല്ലേ? അപ്പൊ ക്രെഡിറ്റ് മഹേഷിൽ നിന്നാണ് നമ്മൾ കമ്മീഷൻ കിട്ടിയത്. ക്രെഡിറ്റ് മഹേഷിനെ സെലക്ട് ചെയ്യുന്നു. അവിടെ 80,000 എൻ്റർ ചെയ്യുന്നു. ബാങ്കിൽ എത്രയാണ് പോയിരിക്കുന്നത്? നമുക്ക് ആക്ച്വൽ കമ്മീഷൻ കിട്ടിയ എത്രയാണ്?
എത്രയാണ് കിട്ടിയിരിക്കുന്നത്? 72,000 രൂപ. അപ്പം ഡെബിറ്റ് എസ് ബി അക്കൗണ്ട് എത്രയാണ്? 72,000 ഇല്ലേ? 10% TDS കട്ട് ചെയ്തതിനു ശേഷം അതിൽ തന്നിരിക്കുന്നത് 72,000 രൂപ എൻ്റർ ചെയ്യുന്നു. ബാങ്ക് ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ദെൻ എൻ്റർ ചെയ്ത് വിടുക. ദെൻ ഇൻകം ടാക്സ് പെയ്ഡ് ബാലൻസ് 8,000 രൂപ ഇൻകം ടാക്സ് പെയ്ഡ് ആയിട്ടാണ് കാണിക്കുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ എന്താണ്? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ, ഇൻകം ടാക്സ് പെയ്ഡ് TDS അക്കൗണ്ട് ഡെറ്റർ ടു മഹേഷ്, അതാണ് ജനറൽ എൻട്രി. ദെൻ സേവ് ചെയ്യുന്നു. അപ്പൊ ആ ഒരു ട്രാൻസാക്ഷൻ നമ്മൾ രേഖപ്പെടുത്തി കഴിഞ്ഞു. അടുത്ത എന്ന് വെച്ച് കഴിഞ്ഞാല് സോൾഡ് ഓൺ ക്രെഡിറ്റ് ഇല്ലേ? കടത്തിന് സാധനം വിറ്റു. അപ്പൊ സ്റ്റേറ്റ്മെന്റ് നോക്കിയാൽ ഏത് വൗച്ചറാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്? സെയിൽസ് വൗച്ചർ അല്ലേ? അപ്പൊ സെയിൽസ് വൗച്ചർ ബട്ടൺ പാനിൽ സെയിൽസ് വൗച്ചർ F8 സെലക്ട് ചെയ്യുന്നു. ജസ്റ്റ് ഇവിടെ നോക്കുക, സെയിൽസ് വൗച്ചർ ആണോ നോക്കുക. കൺഫേം ചെയ്തതിനു ശേഷം ഇൻവോയ്സ് നമ്പർ എല്ലാം ഉണ്ടോ? ഉണ്ട്. 102 ഇൻവോയ്സ് നമ്പർ 102 പ്രകാരം നോക്കുക. ഡേറ്റ് നമ്മളൊന്നും നോക്കിയില്ല, ജസ്റ്റ് വിട്ടുപോയാലും ഇപ്പൊ നോക്കിയാലും മതി. ഡേറ്റ് ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യുക. 2/10/2020. ഓക്കെ. പാർട്ടി നെയിം സെലക്ട് ചെയ്യുക. സ്പേസ് ബാർ തട്ടിന് ശേഷം മെസ്സേജ് ശ്രീറാം കൺസ്ട്രക്ഷൻ കമ്പനി സെലക്ട് ചെയ്യുന്നു. ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കൊടുക്കണമെങ്കിൽ കൊടുക്കാം. അതിനുശേഷം സെയിൽസ് ലെഡ്ജർ സെലക്ട് ചെയ്യുന്നു. ഓക്കെ. ഇവിടെ സാധനം എന്താണ് വിറ്റത്? സ്റ്റോക്ക് വിറ്റത് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്പേസ് ബാർ തട്ടുക. അപ്പൊ നമുക്ക് കാണാൻ പറ്റും 250 പാക്കറ്റ് റാംകോ സിമെന്റ് സെലക്ട് ചെയ്യുന്നു. 250 പാക്കറ്റ്. ഒരു പാക്കറ്റിന് എത്രയാണ്? 420 രൂപ ഇല്ലേ? 420 രൂപ വെച്ചാണ് വിറ്റത്. ഓട്ടോമാറ്റിക്കായിട്ട് എമൗണ്ട് വന്നിട്ടുണ്ട്. വേറെ അടുത്ത 30 ടൺ സ്റ്റീൽ പൈപ്പ് ഉണ്ട്. അപ്പം വീണ്ടും സ്പേസ് ബാർ തട്ടുന്നു. സ്റ്റീൽ പൈപ്പ് ഐറ്റം സെലക്ട് ചെയ്യുന്നു. 30 ടൺ സ്റ്റീൽ പൈപ്പ് 5,000 രൂപ എൻ്റർ ചെയ്യുന്നു. ആ 2 ഐറ്റം മാത്രമേ നമ്മൾ വിറ്റിട്ടുള്ളൂ ഇല്ലേ? വീണ്ടും ഒരു എൻ്റർ ചെയ്തതിനു ശേഷം നമ്മുടെ ടാക്സ് ലെഡ്ജർ ഇടാം. CGST എമൗണ്ട് ഓട്ടോമാറ്റിക് വന്നിട്ടുണ്ടല്ലോ. വീണ്ടും ഒന്നുകൂടെ എൻ്റർ ചെയ്തിട്ട് അടുത്ത SGST ഇടുന്നു. എമൗണ്ട് വന്നിട്ടുണ്ട്. ദെൻ എൻ്റർ ചെയ്തിട്ട് ഇവിടെ ബിൽ ബൈ ബിൽ ഡീറ്റെയിൽസ് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ നോ കൊടുത്തിട്ട് സേവ് ചെയ്യുന്നു. എൻ്റർ ചെയ്യുന്നു. അപ്പൊ നമ്മൾ സെയിൽസ് വൗച്ചർ വിട്ടു. അടുത്ത ലാസ്റ്റ് ട്രാൻസാക്ഷൻ എന്താണ്? റെന്റ് പെയ്ഡ് ഇല്ലേ? അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് നോക്കി ഏത് വൗച്ചർ ടൈപ്പാണ് ഉപയോഗിക്കേണ്ടത്? TDS ജേണൽ ഡ്യൂ എൻട്രി. ആദ്യം നമ്മൾ റെന്റ് കിട്ടാനുണ്ട് എന്നുള്ള ആ ഡ്യൂ എൻട്രിയാണ് നമ്മൾ ആദ്യം ഇടേണ്ടത്. അപ്പൊ അവിടെ ജേണലാണ് എടുക്കേണ്ടത് ഇല്ലേ? ജേണൽ വൗച്ചറാണ് ഡ്യൂ എൻട്രിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. ജേണൽ എടുക്കുന്നു. അതിനകത്ത് തന്നെ TDS ജേണൽ എടുക്കുക. TDS നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത വൗച്ചർ ടൈപ്പ് ഇല്ലേ? ആ വൗച്ചർ ടൈപ്പിന്റെ TDS ജേണൽ എൻ്റർ ചെയ്യുന്നു. ഓക്കെ. അപ്പൊ അതിനകത്ത് ഡെബിറ്റ് റെന്റ് എമൗണ്ട് എത്രയാണ്? 30,000 രൂപ. ക്രെഡിറ്റ് ഗോപാൽ ഇല്ലേ? ഗോപാൽ എൻ്റർ ചെയ്യുന്നു. ഉണ്ടോ? ഓട്ടോമാറ്റിക്കായിട്ട് 27,000 3,000 രൂപ 10% ടാക്സ് കട്ട് ചെയ്തതിനു ശേഷമുള്ള എമൗണ്ട് ആണ് ഗോപാലിന് വന്നിരിക്കുന്നത്. അത് 27,000 രൂപ വന്നു. ദെൻ അടുത്ത വീണ്ടും ക്രെഡിറ്റ് TDS ഓൺ റെന്റ്. നമ്മൾ TDS കട്ട് ചെയ്തതിന് ശേഷമാണ് എമൗണ്ട് കൊടുത്തിരിക്കുന്നത്. TDS ഓൺ റെന്റ് ഓട്ടോമാറ്റിക്കായിട്ട് 3,000 രൂപ വന്നിട്ടുണ്ട് അല്ലേ? അപ്പം റെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഗോപാൽ ടു TDS ഓൺ റെന്റ്. TDS ഓൺ റെന്റ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചു. അത് നമ്മൾ പിന്നീട് അടുത്ത മാസം നമ്മൾ ഗവൺമെന്റിലോട്ട് ആ എമൗണ്ട് അടയ്ക്കും. ഓക്കെ. ഞാൻ സേവ് ചെയ്യാം. അപ്പൊ ഇതിന്റെ ഡ്യൂ എൻട്രി ആയിട്ടുണ്ട്. ഇനി ഈ റെന്റ് കൊടുക്കണമല്ലോ ഇല്ലേ? റെന്റ് കൊടുക്കണമല്ലോ. കൊടുക്കുന്ന സമയത്ത് ആ സ്റ്റേറ്റ്മെന്റ് നോക്കി ഏത് വൗച്ചറാണ് ഉപയോഗിക്കേണ്ടത്? വൗച്ചർ ടൈപ്പ് പേയ്മെന്റ് വൗച്ചർ അല്ലേ? അപ്പൊ F5 പേയ്മെന്റ് സെലക്ട് ചെയ്യുന്നു. ഗോപാൽ ഡെബിറ്റ് ഗോപാൽ ഇല്ലേ? ഗോപാലിന് കൊടുത്തു. ഗോപാൽ എമൗണ്ട് എത്രയാണ്? നെറ്റ് എമൗണ്ട് 10% ടാക്സ് കട്ട് ചെയ്തതിനു ശേഷമുള്ള എമൗണ്ട് എത്രയാണ്? 27,000 രൂപ. അപ്പൊ 27,000 നെറ്റ് എമൗണ്ട് നമ്മൾ അവിടെ ടൈപ്പ് ചെയ്യുക. ചെക്കൗട്ട് ആണ് കൊടുത്തത് ഇല്ലേ? അപ്പൊ അവിടെ ബാങ്ക് തന്നെ സെലക്ട് ചെയ്യണം. SB അക്കൗണ്ട് ഇല്ലേ? ചെക്ക് നമ്പർ പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? ചെക്ക് നമ്പർ ഡീറ്റെയിൽസ് ചെക്ക് വരുന്ന സമയത്ത് ചെക്ക് നമ്പർ ഇൻസ്ട്രുമെന്റ് നമ്പർ ചെക്ക് നമ്പർ ആണ്. അവിടെ എത്രയാണ്? 5464 323. ഓക്കെ. സേവ് ചെയ്യാം. അപ്പൊ നമ്മുടെ വൗച്ചർ എൻട്രികളെല്ലാം നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് TDSന്റെയും GSTയുടെയും റിപ്പോർട്ട് നമുക്ക് നോക്കാം. റിപ്പോർട്ട് നോക്കാനുള്ള സ്റ്റെപ്പ് എന്താണ്? ഗെറ്റ് വിഫ് ടാലിയിൽ ഡിസ്പ്ലേക്കകത്ത് സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട്സ് ഇല്ലേ? സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട്സ് ക്ലിക്ക് ചെയ്യുന്നു. അവിടെ GSTR 1 എടുക്കാം നമുക്ക്. അവിടെ ഒന്നും കാണാൻ പറ്റുന്നില്ല ഇല്ലേ? എന്ത് പറ്റി?
ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ F2 പീരീഡ് സെലക്ട് ചെയ്യുക. F2 പീരീഡ് എടുത്തതിനു ശേഷം നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ കൊടുക്കുക. നമ്മൾ കമ്പനി ക്രിയേറ്റ് ചെയ്ത ഫിനാൻഷ്യൽ ഇയർ ഏതാണോ ആ ഫിനാൻഷ്യൽ ഇയർ കൊടുക്കുക. 1/4/2020 ടു 31/3/2021. അപ്പൊ ഇവിടെ കാണാൻ പറ്റും 67,500. ഇതെന്ന് വെച്ചാല് സെയിൽസിന്റെ ആണ് അല്ലേ. GSTR 1 എന്ന് പറയുന്നത് സെയിൽസിന്റെ ഡീറ്റെയിൽസ് ആണ്. പക്ഷെ ഇത് കറക്റ്റ് ആണോ? സെയിൽസ് ഈ ഒരു സെയിൽസ് ഏതാണ്ട് വൗച്ചർ കൗണ്ട് ഒരെണ്ണേ വന്നിട്ടുള്ളൂ ഇല്ലേ. ഒരു വൗച്ചർ എൻട്രി മാത്രമേ അതിനകത്ത് വന്നിട്ടുള്ളൂ. വൗച്ചർ എൻട്രി വന്നിട്ടില്ല. ഇവിടെ നോക്കേ, ഇൻകംപ്ലീറ്റ് മിസ്മാച്ച് ഇൻ ഇൻഫർമേഷൻ ടു ബി റിസോൾവ്ഡ്. ഒരു എൻട്രി ഇതിനകത്ത് വന്നിട്ടില്ല. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ അത് ക്ലിക്ക് ചെയ്യുക. അവിടെ വെച്ചിട്ട് എന്താണോ അവിടെ മിസ്മാച്ച് നമുക്ക് കാണാൻ പറ്റും. വീണ്ടും എൻട്രി ചെയ്യുന്നു, ഒന്നുകൂടെ എൻട്രി ചെയ്യുന്നു. ഉണ്ടോ, പർട്ടിക്കുലേഴ്സ് GSTR നമ്പർ അവിടെ കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് കറക്റ്റ് ടാക്സ് റിപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ GST നമ്പർ ഇവിടെ കൊടുത്തിരിക്കണം. GSTIN. ഓക്കെ, ആ നമ്പർ ഇവിടെ കൊടുക്കാത്തതുകൊണ്ടാണ് നമ്മളവിടെ ആ എമൗണ്ട്, ആ ഒരു രണ്ടാമത്തെ സെയിൽസിന്റെ ട്രാൻസാക്ഷൻ എമൗണ്ട് അവിടെ വരാഞ്ഞത്. ഇവിടെ നമുക്ക് GST നമ്പർ കൊടുക്കാം. എൻട്രി ചെയ്യുന്നു, സേവ് ആവുന്നു. ഇനി നമുക്ക് അതിന്റെ റിപ്പോർട്ട് നോക്കാം. വന്നുണ്ടോ? വന്നില്ലേ? GSTR 1 അതിനകത്ത് 2,50,000 രൂപയും 67,500. ടോട്ടൽ 3,22,500 നമ്മൾ സെയിൽസ് നടത്തിയിരിക്കുന്നത്. ഈ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം എന്ന് നമുക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അതുകൊണ്ടാണ് ആ ഒരു പർട്ടിക്കുലർ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്ത സമയത്ത് GST നമ്പർ കൊടുക്കാഞ്ഞത്. ഓക്കെ, അപ്പൊ GST ഡീറ്റെയിൽസ് സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട്സ് കറക്റ്റ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ GST നമ്പർ മസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കണം. ക്ലിയർ ആയല്ലോ? അപ്പൊ GSTR 1 എന്താണ്? സെയിൽസുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ടാണ് GSTR 1. ഓക്കെ, നമ്മൾ പർച്ചേസിന് നോക്കാം. GSTR 2 അവിടെ എൻട്രി ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ചിലപ്പോൾ ആ പീരീഡ് നമ്മൾ സെലക്ട് ചെയ്ത് മാറ്റി കൊടുത്താൽ മതി. F2 പീരീഡ് എടുക്കുക. ഫിനാൻഷ്യൽ ഇയർ 1/4/2020 ടു 31/3/2021 എൻട്രി ചെയ്യുക. അവിടെ കറക്റ്റ് എമൗണ്ട് വന്നിട്ടുണ്ട്. 6,50,000 നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത് അല്ലേ. ആ പർച്ചേസിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മുടെ GSTR 2 എന്ന് പറയുന്നത്. അതിനകത്ത് ഡിസ്പ്ലേ ചെയ്യുന്നത് പർച്ചേസിന്റെ ഡീറ്റെയിൽസ് ആണ്. ഈ പർച്ചേസിന് സെയിൽസിന്റെ കൂടെ ഒന്നിച്ച് വരുന്ന ഒരു റിപ്പോർട്ട് ഉണ്ട്. അതിന് GSTR 3B എന്ന് പറയും. അത് നമുക്ക് എൻട്രി ചെയ്ത് നോക്കാം. അവിടെയും ഒന്നും കാണുന്നില്ല. പീരീഡ് മാറ്റി കൊടുത്താൽ മതി. 1/4/2020 ടു 31/3/2021 ഡീറ്റെയിൽസ് വന്നു. ഫുൾ ഡീറ്റെയിൽ ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ F1 ഓൾട്ട് F1 ഡീറ്റെയിൽഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെയാണ് ഞാൻ റിപ്പോർട്ട് എടുക്കുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ, TDS റിപ്പോർട്ട് ഇല്ലേ. 30,000 രൂപ നമ്മൾ റെന്റിന്റെ 30,000 രൂപ കൊടുത്തു. 3,000 രൂപ ടാക്സ് കട്ട് ചെയ്തിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ കാണുന്നത്. ക്ലിയർ ആയല്ലോ? ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ അധ്യാപകരെയോ അല്ലെങ്കിൽ എന്നെയോ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ പ്രോബ്ലത്തിന്റെ സ്റ്റെപ്പുകളും പ്രൊസീജിയറും എല്ലാം നിങ്ങളുടെ പ്രാക്ടിക്കൽ നോട്ട്ബുക്കിനകത്ത് തയ്യാറാക്കി വെക്കുക. നമ്മുടെ സ്കൂൾ തുറക്കുന്ന സമയത്ത് നമുക്ക് ലാബിൽ അത് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.